ഹലാലായി മാറും, അല്ലാത്തടത്തൊന്നും ഹലാലായി മാറുകയില്ല. ഇനി 22-ാമത്തെ ബൈത്ത് ഇതിന് മറ്റൊരു വശം തന്നെയാണ്. വൽ അസ്ലു ഫീ ആദാതിന അൽ ഇബാഹ ഹത്താ യജീഅ സ്വാരിഫുൽ ഇബാഹ വലൈസ മശ്റൂഅൻ മിനൽ ഉമൂരി വയുല്ലദി ഫീ ശർഇനാ മദ്കൂറു. അഥവാ വൽ അസ്ലു ഫീ ആദാതിന, വൽ അസ്ലു ഫീ ആദാതിന, ആദത്തുകളിൽ അസ്ല് അൽ ഇബാഹത്തു, അനുവദനീയമാണ് എന്നതാണ്. രണ്ടു തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന് ഇബാദാത്തുകൾ, മറ്റൊന്ന് ആദാത്തുകൾ. ഇബാദാത്ത് അള്ളാഹുവിനുള്ള ആരാധനകളായി പുണ്യകർമ്മങ്ങളായി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് ഇബാദാത്ത് എന്ന് പറയുക. ആദാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ മാനുഷികമായി ചെയ്യുന്ന കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, വസ്ത്രം ധരിക്കുക, അതേപോലെ കച്ചവടം ചെയ്യുക, ക്രയവിക്രയങ്ങൾ, ഇടപാടുകൾ തുടങ്ങി മനുഷ്യർ മാനുഷികമായി ചെയ്യുന്ന എല്ലാ ഇടപാടുകളും ക്രയവിക്രയങ്ങളും അതിനൊക്കെ ആദാത്ത് എന്ന് പറയും. മുആമലാത്ത് എന്നും പറയാം. മുആമലാത്ത് അല്ലെങ്കിൽ ആദാത്ത്, സമ്പ്രദായങ്ങൾ, പതിവുകൾ. മറ്റൊരു ഇബാദാത്ത്, ആരാധനാകർമ്മങ്ങൾ. ഈ രണ്ടിനുമുള്ള വ്യത്യാസം, ആദാത്തുകളെല്ലാം അനുവദനീയമാണ്, ഇബാദാത്തുകളെല്ലാം പാടില്ലാത്തതാണ്. ഏതാണോ ചെയ്യേണ്ടത് അത് പറഞ്ഞു തരും, അത് മാത്രമേ ചെയ്യാവൂ. ഇബാദാത്തായി ഇന്നൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം, അല്ലാത്ത ചെയ്യാൻ പാടില്ല. ആദാത്തുകളാകുമ്പോൾ എല്ലാം ചെയ്യാം, ചെയ്യാൻ പാടില്ലെങ്കിൽ അത് പറഞ്ഞു തരും. ആദാത്തുകളിൽ പാടില്ലാത്തത് പഠിപ്പിക്കും, ഇബാദാത്തുകളിൽ പാടുള്ളത് പഠിപ്പിക്കും. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒരു പുതിയ ഇബാദത്ത് കൊണ്ടുവന്നു, നിങ്ങൾ ചോദിക്കുക ഇത് പാടില്ല എന്ന് ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ അതിന് ഹദീസ് വേണ്ട, അത് പാടില്ല എന്നല്ല ഹദീസ് വേണ്ടത്. ഇങ്ങനെ ഇബാദത്ത് ഉണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത്. നബിദിനാഘോഷം പാടില്ല എന്ന് ആയത്ത് കൊടുത്താൽ 10 കോടി ഇനാന്ന് പറയും ചില മനുഷ്യന്മാർ. അതിന് ആയത്ത് ആവശ്യമില്ല. നബിദിനാഘോഷം വേണം എന്നതിനാണ് തെളിവ് വേണ്ടത്. അത് വേണമെന്ന് തെളിയിക്കാൻ തെളിവ് വേണം. ആ തെളിവില്ലെങ്കിൽ അത് പാടില്ല എന്ന് തന്നെയാണ്. ഒരു പുതിയ ദിക്റുണ്ടാക്കി, പുതിയ ദുആ ഉണ്ടാക്കി, പുതിയ നിസ്കാരം ഉണ്ടാക്കി, പുതിയ നോമ്പുണ്ടാക്കി, ഇതൊക്കെ ബിദ്അത്താണെന്ന് പറയുമ്പോൾ ഇത് പാടില്ല എന്ന് തെളിവോടേക്കും. അത് പാടില്ല എന്നല്ല തെളിവ് വേണ്ടത്. ഇതൊക്കെ ദീനിലുണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത്. ഇബാദത്താണോ അതിൻ്റെ അസ്ല് അള്ളാഹു പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ എന്നാണ്, അല്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ക്രയവിക്രയങ്ങളാണെങ്കിലോ ഇടപാടുകളാണെങ്കിലോ അസ്ല് എല്ലാം ഹലാലാണ്. ഒരാൾ കച്ചവടം ആരംഭിക്കുകയാണ്, ഈ കച്ചവടം ചെയ്യാൻ തെളിവുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഏത് കച്ചവടം ചെയ്യാം, ഏത് കച്ചവടം ഒരാൾക്ക് ചെയ്യാം, ഏത് ക്രയവിക്രയങ്ങളും ചെയ്യാം, ഏത് ഇടപാടിലും ഏർപ്പെടാം, ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് വെള്ളവും കുടിക്കാം, ഏത് സ്ഥലത്തും വീട് വെക്കാം, ഏത് വസ്ത്രവും ധരിക്കാം. ഇതാണ് അസ്ല്. അത് പാടില്ലെങ്കിൽ തെളിവ് വേണം. ഒരാൾ കച്ചവടം ചെയ്തു, അപ്പം ഈ കച്ചവടം ചെയ്യാൻ എന്താ തെളിവ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഈ കച്ചവടം പാടില്ല എന്ന് പറഞ്ഞാൽ തെളിവുതാ എന്ന് പറയാം. തെളിവ് കൊടുത്താലോ അത് പാടില്ല, അല്ലെങ്കിലോ അത് പാടുണ്ട്. അല്ലാതെ ഓരോ കച്ചവടത്തിനും തെളിവ് ആവശ്യമില്ല, ഓരോ ഇടപാടിനും തെളിവ് ആവശ്യമില്ല. അതാണ് ആദത്തുകളുടെ അസ്ല് ഇബാഹത്താണ്, ഹലാലാണ്. ഹത്താ യജീഅ സ്വാരിഫുൽ ഇബാഹ, ആ ഇബാഹത്തിൽ നിന്ന് അതിനെ തെറ്റിക്കുന്ന തെളിവുകൾ വല്ലതും വരുന്നത് വരെ. അപ്പൊ അസ്ല് ഹലാൽ, ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് പാനീയവും കുടിക്കാം, അതാണ് അസ്ല്. എന്നാൽ മദ്യം കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അത് പാടില്ലെന്ന് പ്രത്യേകം തെളിവ് വന്നു. ആ തെളിവ് വരുന്ന വരെയോ മദ്യം ഹറാമാണ് എന്ന് ആയത്തിറങ്ങുന്നതിന് മുമ്പോ ഹലാലായിരുന്നു. എപ്പോഴാണോ മദ്യം വിലക്കിക്കൊണ്ട് ആയത്തിറങ്ങിയത് അവിടെ മുതൽ അത് ഹറാമായി. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്തരം മേഖലകളിൽ ഹലാലല്ല എന്ന് അറിയിക്കുന്ന തെളിവുണ്ടെങ്കിൽ മാത്രമേ പാടില്ലായ്കയുള്ളൂ, ഇല്ലെങ്കിൽ അതെല്ലാം ഹലാലാണ്. എന്നാൽ ഇബാദത്തിൽ തിരിച്ചാണ്. കാര്യങ്ങളിൽ ഒന്നും തന്നെ ശറഅാക്കപ്പെട്ടതല്ല. നമ്മുടെ ശറഇൽ പടയപ്പെട്ടതല്ലാത്ത, നമ്മുടെ ശറഇൽ പടയപ്പെട്ടതല്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ശറആയി മശ്റൂആയി ചെയ്യുന്ന ഇബാദത്തുകളായി ചെയ്യുന്ന എന്തു കാര്യമാകട്ടെ അത് ശറഇൽ പറയണം, എങ്കിലേ ചെയ്യാവൂ. ഇപ്പൊ ളുഹ്ർ നിസ്കരിക്കാൻ തെളിവുണ്ടോ ചോദിച്ചാൽ തെളിവുണ്ട്. സുബ്ഹി നിസ്കരിക്കാൻ തെളിവുണ്ടോ? തെളിവുണ്ട്. തെളിവില്ലെങ്കിലോ നിസ്കരിക്കാൻ പറ്റില്ല. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ബിദ്അത്ത് ഗൗരവമായി മാറുന്നത്. മതത്തിൽ പുതിയ ഇബാദത്ത് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിക്കും. തെളിവില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. ഈ രണ്ട് അസ്ലുകൾ, പ്രധാനപ്പെട്ട രണ്ട് അസ്ലുകളാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ തന്റെ മദ്ഹബിന്റെ അസ്ലായി സ്വീകരിച്ചത് ഇതാണ്.
എന്ന് ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് പ്രത്യേകമായി എടുത്തു പറയുന്നു. ഫൽആദാത്തു ഹിയ മഅ്താദ الناس من المآكل والمشارب واصناف الملابس والذهاب والمجيء والكلام وسائر التصرفات المعتاده. ആളുകളെ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, അതേപോലെ വസ്ത്രങ്ങൾ, അവിടെ പോക്കുവരവുകൾ, സംസാരങ്ങൾ, മറ്റു ക്രയവിക്രയങ്ങൾ, ഇതൊന്നും ഹറാമല്ല. ഏതുവരെ? ഹറാമാണ് എന്ന് തെളിവ് കിട്ടുന്നത് വരെ. ഹറാമാണെങ്കിൽ ആയത്തോ ഹദീസോ ഉണ്ടാകും, അല്ലെങ്കിൽ ഖിയാസ് കൊണ്ടെങ്കിലും സ്ഥിരപ്പെട്ട് വേണം, അല്ലെങ്കിൽ എല്ലാ ആദത്തുകളും ഹലാലാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അവൻ ഭൂമിയുള്ള മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലെ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതിൽ ഇന്നതൊക്കെ ഉപയോഗിക്കരുത് എന്ന് അല്ലാഹ് പറഞ്ഞാൽ അത് ഉപയോഗിക്കണ്ട, അല്ലാത്തതൊക്കെ ഉപയോഗിക്കാം. ഫഹാദാ യദുല്ലു അലാ അന്നഹു ഖലഖ ലനാ ജമീഅ മാ ഫിൽ അർള്, ഭൂമിയിലെ മുഴുവനും അല്ലാഹ് സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്, അത് നമുക്ക് ഉപകാരമെടുക്കാം എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. എന്നാൽ ഇബാദാത്തുകളോ? ഇബാദാത്തുകൾ നേരെ തിരിച്ചുമാണ്. അല്ലാഹു തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹ് മനുഷ്യനെ പഠിച്ചതിനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ അത് പഠിപ്പിക്കാനാണ് അല്ലാഹ് റസൂലുമാരെ അയച്ചതും കിതാബ് ഇറക്കിയതും. അപ്പൊ ആ കിതാബിൽ ഉള്ളത്, ആ റസൂല് പഠിപ്പിച്ചത്, അതാണ് ചെയ്യേണ്ടത്. അല്ലാഹ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്തെടുക്കാൻ വേണ്ടി. ഇത് എന്ത് ഇബാദത്തെടുക്കുന്നത് പഠിപ്പിക്കാൻ റസൂലുമാരെ പറഞ്ഞയച്ചു. അത് വ്യക്തമാക്കുന്ന ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ അതിൽ എന്താണോ ഉള്ളത് അത് പ്രകാരമാണ് ചെയ്യേണ്ടത്. അല്ലാത്ത ചെയ്താലോ സ്വീകാര്യമല്ല. നബി തങ്ങൾ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം, ഒരു അമൽ വല്ലവരും ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്. അപ്പൊ അമലാണെങ്കിൽ കൽപ്പന വേണം. എന്നാൽ ആയതാത്തുകളാണെങ്കിൽ, മുആമലാത്തുകളാണെങ്കിൽ കൽപ്പന വേണ്ട, പാടില്ലെങ്കിലാണ് തെളിവ് വേണ്ടത്. ആ തെളിവില്ലെങ്കിൽ പാടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏത് ജീവിയെയും കഴിക്കാം, ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് വെള്ളവും കുടിക്കാം. അപ്പൊ എന്ത് ജീവിയെയും തിന്നാൻ പാടില്ലെങ്കിൽ തെളിവ് വേണം. അപ്പൊ പറയും, ഇന്ന ലക്ഷണമൊത്തൊന്നും തിന്നാൻ പാടില്ല, കൂർത്ത നഖമുള്ളത്, റാഞ്ചി പിടിക്കുന്നത് തുടങ്ങിയ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ഈ സിഫത്തുള്ളവ ഭക്ഷിക്കാൻ പാടില്ല. അപ്പൊ അത് പാടില്ല, അല്ലാത്ത പാടുണ്ട് എന്ന് മനസ്സിലായി. അല്ല, പാടുള്ള ഓരോന്നും എന്നെ പറയില്ല, ഇന്നതൊക്കെ പറ്റും, ഇതൊക്കെ പറ്റില്ല. പച്ചക്കറി, ഓരോ പച്ചക്കറിയും അതിശയത്തിനും പറയുന്നില്ല, ഇതൊക്കെ കഴിച്ചോളൂ എന്ന് പറയാം. അതൊക്കെ എല്ലാം കഴിക്കാം. അതൊക്കെ അസ്ല് ഹലാലാകുന്നു. ഇബാദത്താകുമ്പോഴോ പാടില്ലാത്ത. അതുകൊണ്ടാണ് അല്ലാഹ് പഠിപ്പിക്കാത്ത ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാർ അല്ലാഹ് ആക്ഷേപിച്ചു. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അല്ലാഹു അനുവാദം കൊടുക്കാത്തതിനെ ദീനിൽ നിയമമാക്കാൻ അധികാരമുള്ള വല്ല പങ്കുകാരും അവർക്കുണ്ടോ എന്ന് അല്ലാഹ് ചോദിച്ചു. അപ്പൊ ദീനിൽ ഉൾപ്പെടുത്താൻ അല്ലാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ, അത് മറ്റൊരാൾക്ക് അവകാശമില്ല. അത് ഉൾപ്പെടുത്തിയാലോ അവൻ റബ്ബിൽ സ്വയം പങ്കാളിയായി മാറുകയാണ്. ദീനിൽ ഒരു ഇബാദത്ത് ഉണ്ടാക്കാൻ ഒരാൾക്ക് അധികാരമുണ്ട് എന്ന് വന്നാൽ, ഒരു ദിക്റുണ്ടാക്കി നല്ല റസൂൽ പഠിപ്പിച്ചത് എന്നാലും നല്ല ദിക്റാണ് എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അള്ളാഹിന്റെ അധികാരം ഇവനുണ്ടെന്നാണ്. ദീനുണ്ടാക്കാൻ അധികാരം അള്ളാഹ്ക്കേ ഉള്ളൂ. റബ്ബ് നിശ്ചയിക്കാത്ത ഒന്ന് ഒരാൾ സ്വയം ഉണ്ടാക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ സ്ഥാനം സ്വയം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹ് ചോദിച്ച, അം ലഹും ശുറകാഉ, ഓൽക്ക് വല്ല ശരീക്കന്മാരുമുണ്ടോ, പങ്കുകാരുമുണ്ടോ? ശറഉ ലഹും മിനദ്ദീൻ, ദീനിൽ നിയമമാക്കി കൊടുക്കുന്ന വല്ല പങ്കുകാരും അവർക്കുണ്ടോ എന്ന് അള്ളാഹ് ചോദിച്ചത് അക്കാരണത്താലാണ്. അതുകൊണ്ട് ഇബാദാത്തുകൾ ഏതാണോ പഠിപ്പിച്ചത് അതേ ചെയ്യാവൂ. എന്നാൽ ആയതാത്തുകൾ പാടില്ല എന്ന് പറയാത്തിടത്തോളം കാലം എല്ലാം പാടുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാണ് ഈ ഒരു അസ്ല്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ദീന ജീവിതത്തിൽ പാലിക്കുമ്പോൾ അത് നമുക്ക് വലിയ മഹത്വമുള്ളതായി ദീനിന്റെ ഇസ്സത്ത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ കഴിയും. ആ നിലക്ക് ദീനെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.